ഹലോ നമസ്കാരം. നമുക്കൊരു ഈസി ബ്രെഡ് സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ. ബ്രെഡ് മുട്ടയൊക്കെ വെച്ചിട്ട്. അപ്പം 2 പഴം എടുത്തിട്ടുണ്ട്, അരിഞ്ഞെടുത്തിരിക്കുവാണ്. പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ഇതുപോലെ അരിയണം കേട്ടോ. ബ്രെഡ് അതിൻ്റെ ഉള്ളിലുള്ളത് ഇതേപോലെ മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മാറ്റി വെച്ചു. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി. പിന്നെ വേണ്ടുന്നത് പറയാം. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത്, ആദ്യം നമ്മുടെ നെയ്യിട്ടിട്ട് ഈ പഴം ഒന്ന് നെയ്യിൽ മുരിച്ചെടുക്കും. ഈ പഴം ഇതിലേക്കിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മുരിച്ചെടുക്കും. നെയ്യിൽ മടിച്ചതിന് ശേഷം ഈ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യണം. കുറച്ച് നേരത്തേക്ക് അവനൊന്ന് ആറട്ടെ. വെളുത്തിട്ട് അവനാറിയതിന് ശേഷം ഇനി വേണ്ടുന്നത് ഈ 2 മുട്ട ഉണ്ടല്ലോ, അത് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ. പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുക 2 മുട്ട. രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ചു. ഇനി വേണ്ടുന്നത് ഒരു സ്പൂൺ എടുക്കുക. ഒരു സ്പൂൺ എടുത്തിട്ട് ഇതിലേക്ക് ഏലക്കപ്പൊടി ഇടുക. ഏലക്കപ്പൊടി ഇട്ടു. ഒരു 2 ഏലക്കപ്പൊടിയാണ് എടുത്തിരുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് കുറച്ച്, ഞാൻ കൈ കൊണ്ടാണ് ഇടുന്നത് കേട്ടോ, കുറച്ച് ചില്ലി പൗഡർ കേട്ടോ. കുറച്ച് ചില്ലി പൗഡർ, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ കേട്ടോ. പെപ്പർ പൗഡർ, പിന്നെ ലേശം മഞ്ഞൾപ്പൊടി കേട്ടോ. പിന്നെ പേരിന് ചെറുതായിട്ട് ഒരു നുള്ളുപ്പ് കേട്ടോ. എന്നുവെച്ചാൽ മുട്ടയ്ക്ക് ഉപ്പ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് ചെറിയൊരു നുള്ളുപ്പ് കൂടി ഇടുക. എന്നിട്ട് ഇവനെ നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ വാട്ടിയ പഴം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇടണം. നെയ്യിൽ വാട്ടിയ പഴം ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ചട്ടിയിൽ തന്നെ നമുക്ക് ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ.
ഇവനെ ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി വേണ്ടുന്നത് ഇത് നമ്മൾ ആ ചട്ടിയിൽ തന്നെ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. സ്റ്റവ് കത്തിക്കുക. സ്റ്റവ് വെച്ചു. ചട്ടി ചൂടാവട്ടെ. പഴം വാട്ടിയ നെയ്യൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് തന്നെ ഞാനൊന്ന് ഇടുവാണ് കേട്ടോ. ചട്ടി ചൂടായിട്ടുണ്ട്. ഈ ബ്രെഡ് ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് വെച്ച് കൊടുക്കുക. പതുക്കെ വെച്ച് കൊടുക്കണം കേട്ടോ. 2 വെച്ചു. 2 മതി കേട്ടോ. അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതൊന്ന് ഫില്ല് ചെയ്യുവാണ്. മുട്ടയും പഴമൊക്കെ കൂടിയുള്ളത് ഇതിലേക്ക് ഫില്ല് ചെയ്യുവാണ് കേട്ടോ. പുറത്തേക്ക് പോകരുത് കേട്ടോ. ഇത് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലോ, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ല, ഇതിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അവനൊന്ന് മറിച്ചിടുക. മറിച്ചിടുമ്പോൾ കൈ വെച്ചൊന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ കടാ. അതേപോലെ മറ്റേത് കടാ. ഇനി നമ്മുടെ പ്ലേറ്റിലേക്ക് എടുക്കുക. കണ്ട, ഇത് പ്രസ്സായിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കുറച്ചുകൂടി ഒരു നെയ്യിട്ടിട്ടില്ല. ആ നെയ്യുടെ ഫ്ലേവറും കൂടി നമുക്ക് കിട്ടുക, ടേസ്റ്റ് കൂടി കിട്ടുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്.
ഇതിപ്പോൾ പ്ലേറ്റിലേക്ക് എടുക്കാം. ഇതാണ് ഇന്നത്തെ എല്ലാ മധുരമാണ് കേട്ടോ, അടിപൊളിയാണ്. ഇതെല്ലാവരും ഒന്ന് കഴിച്ചു നോക്കുക. ബ്രെഡ് സ്നാക്സ് കേട്ടോ, എഗ്ഗ് ബ്രെഡ് സ്നാക്സ് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇത് കഴിക്കണം. കണ്ടോ, ചൂടാണ്, കൈ കൊള്ളുന്നുണ്ട്. കണ്ടോ, അടിപൊളി ടേസ്റ്റാണ്. കണ്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഈ പഴം കഴിക്കാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് പിള്ളേരെ ഒന്ന് കഴിപ്പിച്ച് നോക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ പഴമുണ്ട്, മുട്ടയുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കും കേട്ടോ. എന്നിട്ട് ഇതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പീസ് കേട്ടോ. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഒന്നുകൂടി ഞാൻ പറയണേ, എടുത്തെടുത്ത് പറയുവാണ് കേട്ടോ. ആരും എനിക്ക് സബ്സ്ക്രൈബും ചെയ്യുന്നില്ല, ലൈക്കും ചെയ്യുന്നില്ല. ഒന്ന് ചെയ്യണേ ദയവായി. ഒന്ന് ഇതെല്ലാം കഴിച്ച് നോക്കിയിട്ട് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കണ്ടോ. ഇതായിട്ടുണ്ട്, മറ്റേത് കൈ കൊള്ളും കണ്ടോ. അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റ്. അല്ല, ബ്രെഡ് നമ്മളിങ്ങനെ ചുമ്മാ കഴിക്കണേലും നല്ലതാണ്. ഇങ്ങനെ പഴമൊക്കെ ഇട്ട് മുട്ടയൊക്കെ ഇട്ട് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് വയറും നിറയും കേട്ടോ. ഓക്കെ, എല്ലാവരും ഇത് കഴിച്ച് എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോളൂ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.